അതുകൊണ്ട് അവളെ വശീകരിച്ച് ഞാൻ മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ജീവിതത്തിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ എത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ആർദ്രഹൃദയം, കരുതൽ, ഇവയെല്ലാം നാം വായിച്ചെടുക്കുകയാണിവിടെ. ഭാവിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം നശിക്കും എന്നുള്ള ഇരുട്ട് മാത്രം കാണുന്ന ഒരവസ്ഥയിൽ അവളെ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ്. ജീവിതം മുഴുവനും തകർന്ന് തെറ്റിലൂടെ പാപത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്ന അവളെ ഒരു പ്രേമകാന്തനെ പോലെ വശീകരിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവത്തെ നമുക്കിവിടെ കാണാം. അവളോടൊപ്പം ഹൃദ്യമായി സംസാരിക്കുവാൻ കാന്തൻ ആഗ്രഹിക്കുകയാണ്. അവളുടെ പഴയ കാര്യങ്ങളെ എല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം, ഒരു പുതിയ പദവി നൽകുന്ന ഒരു ഭർത്താവിനെ ഇവിടെ നാം വായിച്ചെടുക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയവരായ നമ്മെ തിരഞ്ഞെടുത്ത് കളയും ചുളുക്കവും മാലിന്യവും നീക്കി മനോഹരിയായ ഒരു മണവാട്ടിയെപ്പോലെ തൻ്റെ ഒരേ ഒരു മകന് മുമ്പിൽ നമ്മെ നിർത്തുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പദവി ഭർത്താവിനോട് കൂടി വിശുദ്ധയായ മണവാട്ടി എന്നതാണ്. വലിയ ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ എത്രയോ കാലം അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കഠിനമായ പരിശീലനങ്ങളിലൂടെ കടന്നുപോയി 3-4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ശത്രുവിനോട് ഏറ്റുമുട്ടി മുഖമെല്ലാം ഇടികൊണ്ട് കണ്ണു കലങ്ങി കവിളിൽ മുറിവേറ്റ് ഒടുവിൽ ജയാളിയായി ഒരു ബോക്സിംഗ് താരം ട്രോഫിയുമായി ജനങ്ങളുടെ മുമ്പിൽ വിജയശ്രീലാളിതനായി നിൽക്കുമ്പോൾ അവൻ താൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ സമ്മാനം ഗാലറിയിലിരിക്കുന്ന തൻ്റെ പ്രിയതമയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് നാം കണ്ടിട്ടില്ലേ? അവൾ ഒട്ടും വിയർപ്പൊഴുക്കിയിട്ടില്ല, അവൾ ഒട്ടും കഷ്ടപ്പെട്ടിട്ടില്ല. പ്രിയതമ ആയതുകൊണ്ട് മാത്രം അയാൾ പോരാടി കഷ്ടപ്പെട്ട് വില കൊടുത്ത ഈ വർഷങ്ങളുടെ എല്ലാം പ്രതിഫലം ഒരു പ്രവൃത്തിയും ചെയ്യാത്ത അവൾക്കായി ആ മഹത്വത്തിൻ്റെ കിരീടം സമ്മാനിക്കുന്നത് പോലെ യോഗ്യത ഇല്ലാത്ത സ്ഥാനത്ത് നമ്മെ ഓരോരുത്തരെയും വിളിച്ച് ദൈവസന്നിധിയിൽ നിർത്തി നിത്യതയുടെ ജീവകിരീടം നമ്മുടെ തലയിൽ ചൂടിക്കുന്ന നല്ല മണവാളനായ ക്രിസ്തു, എല്ലാ നന്മകളും നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന നല്ലവനായ ഈ ദൈവം, അവനോട് നമുക്ക് ചേർന്ന് ആയിരിക്കാം.